രാഹുലിന്റെ രാജിക്കായി KPCCയിൽ സമ്മർദ്ദം എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് രാജി വെപ്പിക്കണമെന്നാണ് KPCCയിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. PR പ്രവീണയുണ്ട് വിവരങ്ങളുമായി. പ്രവീണ, രാജിയില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടു മുൻപ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ അതൊന്നുമല്ല KPCCയുടെ തീരുമാനം. കടുത്ത നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. വിശദാംശങ്ങൾ. രാഹുലിന്റെ രാജി ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് KPCC നേതൃത്വം. ഇത് ഇത്രയും നാൾ രാഹുലിനെ ആരാണോ പൊതിഞ്ഞു പിടിച്ചത്, കവചമൊരുക്കിയത്, അവരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് ആദ്യ മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നതും. നിയമസഭാ സമ്മേളനം അടുക്കുകയാണ്. രാഹുലിനെതിരെ ഉയർന്ന ഇത്രയും വലിയ ആരോപണങ്ങൾ വച്ചുകൊണ്ട് രാഹുലിനെ ഒരു MLA എന്നുള്ള തരത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് മുന്നിലാണ് ഇപ്പോൾ നേതാക്കൾ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അവരുടെ തീരുമാനമനുസരിച്ച് ഒന്നുകിൽ രാജി, അല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി നിർത്തുക, പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും രാജി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇക്കാര്യം നേതൃതലത്തിൽ ചർച്ച തുടരുകയാണ്. രാഹുൽ എന്ത് തീരുമാനമെടുത്താലും അത് പാർട്ടിക്ക് പ്രശ്നമില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നിലവിലെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നേതൃത്വം, അതായത് VD സതീശൻ, അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ തുടങ്ങിയവരടങ്ങിയ സംഘത്തിൻ്റെതാണ് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ നേരത്തെ ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദമായിരുന്നുവെങ്കിൽ VD സതീശൻ അടക്കം കിട്ടിയ ചില കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമായതുകൂടി കൊണ്ടാണ് ഈ നീക്കത്തിലേക്ക് നീങ്ങുന്നത്. എന്തായാലും രാഹുലിനെ വെച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ പ്രതിരോധിക്കാൻ നിലവിലെ അവസ്ഥയിൽ പ്രതിപക്ഷത്തിനാകില്ല എന്നുള്ള വിലയിരുത്തലുമുണ്ട്. അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അവർക്ക് ചൂണ്ടിക്കാണിക്കാനാകുന്ന, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടിക്കാനാകുന്ന ഒരു വടിയായി രാഹുലിന്റെ വിഷയം നിൽക്കും. അപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ മാത്രം മതി രാജി എന്നുള്ള കീഴ്വഴക്കങ്ങളൊക്കെ മാറിക്കൊണ്ട് രാഹുലിനെതിരെ നടപടി എടുത്തു പോകാനാണ് നിലവിലെ തീരുമാനം. ശരി പ്രവീണ, ഇപ്പോൾ ജിൻഡോ ജോൺ കൂടിയുണ്ട്. ജിൻഡോ, ഈ രാജിക്ക് ഒരുങ്ങില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോഴും KPCC നേതൃത്വം അതുമായി മുന്നോട്ട് പോകുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഈ MLA സ്ഥാനം രാജിവെക്കുക കൂടി വേണ്ടേ? അല്ല, ഇതിൽ ഒന്നാമത്തെ കാര്യം, പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ല. ഇത് പാർട്ടിയുടെ മുഖം രക്ഷിക്കേണ്ട ഒരു ബാധ്യതയല്ല. ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരാളുടെ സ്വകാര്യമായിട്ടുള്ള ഇടപാടുകളിൽ വന്നിട്ടുള്ള ഒരു വീഴ്ച, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു വരുമ്പോൾ പാർട്ടിയുടെ മുഖത്തിന് ഒരു പോറലും പറ്റുന്നില്ല. ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ, നേതാക്കന്മാരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുടെ എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ലൈബിലിറ്റി പാർട്ടി ഏറ്റെടുക്കേണ്ടതില്ല. അതുകൊണ്ട് പാർട്ടിക്ക് ഒരു പോറലേറ്റിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഓരോ നേതാവും രാഷ്ട്രീയ രംഗത്ത് പുലർത്തേണ്ട മിനിമം ആയിട്ടുള്ള പൊളിറ്റിക്കൽ മൊറാലിറ്റിയിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ നിലപാട്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റും. അദ്ദേഹത്തിന് തെളിയിച്ചാൽ അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. അതങ്ങനെയാണ്. ഈ രണ്ടാമത്തെ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളത്, അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടോ എന്നുള്ളത് അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് പരിശോധിക്കും. അതിനപ്പുറത്ത് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അധികാരവും അവകാശവും ഇല്ല. കാരണം മുൻപ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യം മുൻപുണ്ടായിട്ടില്ല. അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ നിങ്ങളെ എതിർത്ത് വാദിക്കുകയല്ല ചെയ്യുന്നത്. ഇത് ആവശ്യപ്പെടുമ്പോൾ, കോൺഗ്രസിനോട് ഇത് ആവശ്യപ്പെടുമ്പോൾ മുൻപ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് ഒളിവിൽ പോകേണ്ടി വന്ന ആളുകൾ പോലും ഭരണപക്ഷത്തെ, അതായത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പിന്തുണയ്ക്കുന്ന MLA പോലും രാജിവെക്കാതിരിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു രീതിയിലുള്ള സർക്കാരിന്റെ പ്രിവിലേജുകൾ കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഈ എല്ലാ പ്രിവിലേജുകളും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ രാജിവെക്കാതിരിക്കുമ്പോൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നത് ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. അതിനപ്പുറത്ത് അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടിട്ടുള്ളത് കോൺഗ്രസിന്റെ കൂടി ഒരു താല്പര്യമാണല്ലോ. കോൺഗ്രസ് പരിശോധിക്കും. അങ്ങനെ വേണ്ടി വരില്ല എന്ന് തോന്നിയാൽ ആ തീരുമാനം എടുക്കും. വേണ്ടതാണോ എന്ന് തോന്നിയാൽ ആ തീരുമാനം എടുക്കും. അതിനൊന്നും ഒരു തിടുക്കം വേണ്ട. കാരണം ഇത്രയും തിടുക്കം നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ എടുക്കുമ്പോൾ മുൻപ് വിഷയത്തിലും ഇത്തരത്തിൽ തിടുക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് ISRO ചാരക്കേസിൽ കരഞ്ഞുകൊണ്ട് കരുണാകരൻ പടിയിറങ്ങി പോയിട്ടുണ്ട്. ഒരാളും തിരിച്ചു കൊടുത്തില്ല, ഒരു മാധ്യമങ്ങളും പറ്റിയ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടില്ല, തിരുത്തിയിട്ടില്ല. 10-30 വർഷം കഴിയുമ്പോൾ അത് അങ്ങനെ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു നേതാവ് നേരിടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളിതില് വാദിക്കും പ്രതിക്കും ഈക്വൽ ആയിട്ടുള്ള ചാൻസ് കൊടുക്കണം അവരുടെ ഭാഗം പ്രൂവ് ചെയ്യാൻ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഞങ്ങൾ വിട്ടുകളയല്ല ചെയ്ത്, ആ ചെറുപ്പക്കാരന്റെ ഭാഗം പ്രൂവ് ചെയ്യാനുള്ള ആ സാധ്യത അദ്ദേഹത്തിന്റെ മുമ്പിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്ത് തിരിച്ചു വരട്ടെ. അതിനപ്പുറത്ത് MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറ്റു കുറെ കൂടി ആഴത്തിലുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അത് തിടുക്കപ്പെട്ടെടുക്കേണ്ട ഒരു തീരുമാനമല്ല.